നമസ്കാരം, പണം പുരാണത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരു ലിസ്റ്റിലുള്ള ഒരു മൂന്നാമത്തെ കോമറേഡ് മൂവിയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. CIA എന്ന് പറയുന്ന പടത്തിന്റെ ഒരു കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം പറയുന്നതിന് മുമ്പ് എന്തായിരുന്നു പടത്തിനെ പറ്റി നിങ്ങൾക്ക് കാണുന്നതിന് മുമ്പ് എന്തായിരുന്നു അഭിപ്രായം? ഒരു അമൽ നീരദ് പടം, ഒരു നമ്മുടെ അമൽ നീരദിന്റെ കഴിഞ്ഞ പടം നമ്മുടെ യുവന്റെ ഉത്സവമായിരുന്നു. അപ്പം ഏത് രീതിയിലും അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പടം, അതായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ദുൽഖർ അമൽ നീരദ് നല്ല നല്ല ഗ്യാപ്പ് ഇട്ട് നല്ല കുറെ നാളായിട്ട് കേൾക്കുന്ന ഒരു ഇതായിരുന്നു ദുൽഖർ അമൽ നീരദ് എന്ന് പറഞ്ഞ ഒരു കോംബോ. ഭയങ്കര എക്സ്പെക്ടേഷൻ, ഭയങ്കര ഹൈപ്പ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഗോവലിന് എന്തോരുന്നു ഇതുപോലൊക്കെ തന്നെയായിരുന്നു എനിക്കും. ഇവരുടെ ഒരു വലിയൊരു കോംബോ ഒരു വലിയൊരു സക്സസ് ആവും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. സോ എനിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു ചിത്രം അമൽ നീരദ് ദുൽഖറിനെ വെച്ചൊരു ഒരു നല്ലൊരു സ്റ്റൈലിഷ് മൂവി. ഏതൊരു അമൽ നീരദിന്റെ ചിത്രങ്ങൾ സ്റ്റൈലിഷ് ആയിരിക്കും, അപ്പോൾ അതുപോലൊരു കിടിലം ഒരു നല്ലൊരു ചിത്രമായിരിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് പടത്തിന് പോയത്. പക്ഷെ നമ്മളുടെ ഇപ്പോ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടുന്നത് നമുക്ക് വേറൊന്നുമായിരിക്കും. തീർച്ചയായിട്ടും ഈ സിനിമയും അത്തരത്തിലൊന്നാണ്. നമ്മൾ പ്രതീക്ഷിച്ചു പോയത് അല്ല കിട്ടിയത്, എങ്കിലും നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന മറ്റൊരു ചിത്രം നമുക്ക് കിട്ടി. ഒരു ചെറിയ ചിത്രം, അതായത് നമുക്ക് ഒരു എത്ര മണിക്കൂറുണ്ട്, ഒരു 2 മണിക്കൂർ ഒരു ചെറിയ കണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിരുന്നു. അമൽ നീരദിന്റെ സിനിമയെല്ലാം എടുത്തു പറയേണ്ട ഇല്ല. പുള്ളി ഒരു DOP കൂടെ ആയതുകൊണ്ട് പുള്ളി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വിഷ്വൽസ് തന്നെയാണ് പുള്ളി ഈ സിനിമയിൽ. പുള്ളി കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പം 2-3 രാജ്യം കവർ ചെയ്തിടത്തെല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ എവിടേക്കോ നമ്മൾ ഇന്നലെ റിലീസായ ഒരു പാട്ടിൽ തന്നെ ഒരു ഇല്ലിക്കൽ കല്ല് കാണിക്കുന്ന ഒരു ലൊക്കേഷൻ കാണിക്കുന്ന ഒരു സീൻ ഞങ്ങൾ ആ സ്ഥലത്ത് പോയതാണ്. പക്ഷെ അതുവഴിയൊക്കെ തന്നെ ആണോ ഞങ്ങൾ പോയതെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു അതിശയം തോന്നി. അപ്പോ പിന്നെ എടുത്തു പറയേണ്ട അമൽ നീരദിന്റെ പടത്തിലൊക്കെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന ഫൈറ്റ് ആയിരിക്കും, നല്ല വേൾഡ് ക്ലാസ് ഫൈറ്റ് ഒക്കെ ആയിരിക്കും. നമ്മൾ ഇതിന്റെ എക്സ്പെക്ടേഷൻ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി ലോകന്റെ ഫൈറ്റ് മാസ്റ്റർ, ലോകന്റെ സ്റ്റണ്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത ആ പുള്ളിയാണ് ഇതിന്റെയും സ്റ്റണ്ട് എന്ന്. പക്ഷെ ഇതിലധികം അങ്ങനെ സ്റ്റണ്ടായിട്ട് എടുത്തു പറയാം, അത് പുള്ളിയോടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. ആ ഒരു ചെറിയൊരു ഷൂട്ട് ഔട്ട് ഒരു സീനുണ്ട്, പിന്നെ ഒരു നാട്ടിൽ വെച്ചൊരു തല്ലിന്റെ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അതും ആ ഒരു ഫൈറ്റ് അമൽ നീരദ് ഒരു ലെവൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു ബസ്സിന്റെ അത് സാധാരണ അമൽ നീരദ് ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് രണ്ടും. ഒന്നാമത്തത് ബസ്സിന്റെ അടുത്തുള്ള ഒരു ഇതുണ്ട്, അത് യൂഷ്വലി ചെയ്യുന്ന പോലെ ദുൽഖറിന്റെ സിംഗിൾ ആയിട്ടുള്ള എല്ലാവരും കൂടെ ഉള്ളതാണ്. പക്ഷെ അത് വിചാരിച്ചത്ര ബോറോ കത്തിയോ ഒന്നുമല്ല, നല്ലൊരു ഇത്. പിന്നെ പറഞ്ഞത് ഭയങ്കര ഹൈപ്പോടെ നമ്മൾ കാത്തിരുന്നത് പുറത്തുള്ള ഫോറിൻ ലൊക്കേഷനിലൊരു ഗംഭീര സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതൊരു 1 മിനിറ്റിനകത്ത് ഒരു സെക്കൻഡ് സിമ്പിൾ ആയി പോയി എന്ന് തോന്നുന്നു. സിനിമ മൊത്തത്തില് നമ്മൾ വിചാരിച്ചതിൽ ഒരു ലൈറ്റ് ആണ്. അതായത് സ്റ്റോറി പറയാനാണെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തീർക്കാൻ ഈ കഥ. പക്ഷെ അത് അമൽ നീരദ് അത് എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ലൈറ്റ് സബ്ജക്റ്റ് ആണ്. ഒരു ഓവർ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കോമറേഡ് അമേരിക്ക എന്ന് പറയുമ്പോ അവിടെ അനുഭവിക്കുന്ന ഇങ്ങനെ പ്രതിസന്ധി അങ്ങനത്തെ ഒരുപാട് അത്തരത്തിലും നല്ല ലൈറ്റ് ഒരു മൂവിയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ സിനിമ ഈ സഖാവും അതൊക്കെ ഒരു ഹെവി ഒരിക്കലും ഒരു പാർട്ടി ചിത്രമേ അല്ല. പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അത്രേ ഉള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അതെങ്ങനെ. മ്യൂസിക്കിനെ പറ്റി നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയസിലെ കൂടെ അറിഞ്ഞിട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോപ്പിയാണെന്ന് പറയുന്നത്. പക്ഷെ അതൊരിക്കലും പോപ്പി ആയിരിക്കില്ല, മിക്കവാറും അത് അമൽ നീരദ് അറിഞ്ഞുകൊണ്ട് അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതായിരിക്കും ചാൻസ്. കാരണം അമൽ നീരദിന് എന്തായാലും അറിയാം മലയാളികൾ എത്രത്തോളം നമ്മൾ പുറത്തുള്ള വീഡിയോസ് കാണുന്നു. ഹിറ്റായ ഒരു മ്യൂസിക് കൂടെ ആയ സ്ഥിതിക്ക് മ്യൂസിക് മാത്രമല്ല ഒരുപാട് നല്ല നല്ല പടങ്ങൾ റീമേക്ക് ചെയ്ത് നമുക്ക് തന്ന ഒരു പുള്ളിക്കാരനാണ് അമൽ നീരദ്. ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം തന്നെ മലയാളത്തിലൊരു പാർട്ട് ബ്രേക്കിംഗ് മൂവി അത് തന്നത് തന്നെ ഒരു റീമേക്ക് ആണ്. പിന്നൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി, ഡയലോഗ് എഴുതിയത് നല്ല നല്ല ഡയലോഗ്സ് എടുത്തു പറയേണ്ട നമ്മുടെ സിദ്ദിഖിന്റെ ഒരു അച്ഛൻ എന്താണോ എന്ന് സിദ്ദിഖിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. അത് സിദ്ദിഖ് ഫോൺ ചെയ്യുമ്പോ ഒരു മുട്ടൻ തെറി പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സിദ്ദിഖ്
അത് കണ്ടാലും നമുക്ക് മനസ്സിലാവും തീർച്ചയായും പോയി കാണേണ്ട ഒരു ഇതാണ്. അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, അമ്മ മകൻ റിലേഷൻഷിപ്പ് എല്ലാം വളരെ ഗംഭീരമായി കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സൗബിൻ ഒരുപാട് നേരമൊന്നുമില്ല, കുറച്ചു നേരം ഉണ്ടെങ്കിലും പുള്ളിയുടെ ഒരു സ്ലാങ്ങിൽ പുള്ളിയുടെ ഒരു എഫേർട്ടിൽ അങ്ങ് ചെയ്തിരിക്കുകയാണ്. നായികയെ പറ്റി എന്താണ്? നായികയ്ക്ക് മെയിൻ നായികയ്ക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാൻ രണ്ടുപേർക്കും മൊത്തത്തിൽ ഒരു 10-15 മിനിറ്റേ ഉള്ളു. ഒരുവിധം വൃത്തിയായി ചെയ്തിട്ടുണ്ട്. വലിയ ഇതില്ല. ഒരു നായിക ഒരു പാട്ട് സീൻ മാത്രമേ ഉള്ളൂ ഇതിൽ മെയിൻ ആയിട്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉള്ളു. കൊള്ളാം, അത്യാവശ്യം നല്ലതായിട്ട്. പിന്നെ യൂഷ്വൽ അമൽനീരത്തിന്റെ കാസ്റ്റ് എല്ലാരും ചെറിയ ചെറിയ റോളുകൾ, എല്ലാവർക്കും ഓരോ റോള് കൊടുത്തിട്ട്. പിന്നെ നമ്മുടെ സായപ്രോണിയുടെ ഒരു കുറവും ഉണ്ടായിരുന്നു ഈ പടത്തിലില്ല. പിന്നീട് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ കണ്ട ജിൻസിയുടെ ചേട്ടനായ ജിൻസൺ ഇതിലൊരു പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിനു മുമ്പ് എസ്ആർക്കകത്ത് വന്ന് നല്ലൊരു ജൂതന്റെ ഒരു റോൾ കൈകാര്യം ചെയ്തതാണ്. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു പോലീസുകാരനെ ഈ ഒരു രീതിയിലുള്ള ഒരു പോലീസുകാരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി നല്ലൊരു എഫേർട്ട് എടുത്ത് ഒരു റോളാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ റോളുകളാണ് അവരെല്ലാരും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ വിട്ടുപോയതല്ല, ദുൽഖറിനെ പറ്റി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവന്റെ ലുക്ക് അണ്ണം പൊളിച്ച് ചെയ്യേണ്ടതെല്ലാം നല്ലോണം ചെയ്ത് ഒരു വീണ്ടും ഒരു ചെറിയൊരു ട്രെൻഡ് ചില സീനുകളിൽ നമുക്ക് തോന്നി മമ്മൂട്ടി തന്നെയാണോ. അത് എടുത്തു പറയേണ്ട ചില ഡയലോഗ്സ് ഉണ്ട്. ചിലത് കേട്ട് ഞെട്ടിപ്പോയി. കറക്റ്റ് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ചില സ്ഥലത്ത് പുള്ളി ഇറക്കുന്നുണ്ട്. ലൈക് നമുക്കാണ് ഒരു അതിശയമില്ലാത്തത്. പുള്ളി മമ്മൂട്ടിയുടെ മോനാണ് പുറത്തൊക്കെ പറയുന്നത് വലിയൊരു അതിശയത്തോടു കൂടിയാണ്. ദുൽഖർ സൽമാൻ ഒരു മമ്മൂട്ടിയുടെ മോനാണെന്നൊരു അതിശയത്തോടു കൂടിയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ദുൽഖറിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ മെയ് 5 എന്ന് പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ദുൽഖർ. മലയാള സിനിമയ്ക്ക് പുതിയൊരു മമ്മൂക്കയ്ക്ക് ഒരു നായികയാണ്. എല്ലാരും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമുക്ക് എത്ര നാൾ ഇതുപോലെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ഫൈനലായിട്ട് ചിത്രം കാണാൻ പോകുന്നവർക്കും നമുക്ക് എന്ത് രീതിയിലുള്ള ചിത്രമാണെന്ന് പറയാം. ഇതൊരു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അധികം മലയാളത്തിൽ അധികം അങ്ങനെ എടുക്കാത്തൊരു ലൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കാറ്റഗറി ചെയ്യാമെന്ന്. അതെ, കോമറേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്നൊരു സിനിമ എല്ലാവർക്കും തന്നെ കാണാൻ കഴിയുന്ന അമൽനീരദിന്റെ ഒരു നല്ലൊരു വർക്ക് തന്നെയാണ്. കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യോജിച്ച ഒരു ഇതായിരിക്കും. CA നല്ലൊരു മൂവിയായി തീർന്നു. ഒരു 2 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരു മികച്ചൊരു ചിത്രം, മികച്ചൊരു കളക്ഷൻ നേടി ഒരു വലിയൊരു വിജയമാവട്ടെ. അടുത്തത് എന്ത് നടക്കുമെന്ന് ആലോചിച്ചിട്ട് എന്റർടൈൻ ചെയ്ത് എല്ലാരും പോയിട്ട് കാണുക. ഒരിക്കലും ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കത്തില്ല. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ മികച്ച ഒരു സ്റ്റൈലിഷ് ചിത്രം, നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ദുൽഖറിന്റെ ഒരു ആക്ഷൻ സ്റ്റൈലിഷ് ചിത്രം അമൽനീരദിൽ നിന്നും ഉണ്ടാകട്ടെ. രണ്ടുപേരും ഒന്നിച്ചൊരു ഒരു അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ രീതിയിലുള്ള സിനിമ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാരെയും പോലെ. എന്തായാലും കോമറേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്നത് വളരെ നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഇറക്കി 2 വീഡിയോയും ചെറുതായിട്ട് ശോകമാണ്. ചാനൽ ഇത്തിരി ഡൗൺ ആണ്. എന്തായാലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം, ഞങ്ങൾ സ്റ്റുഡിയോക്ക് AC കൊണ്ട് അത്രയും സഹിച്ചൊക്കെയാണ് വീഡിയോ ഇറക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് സെക്ഷൻ നല്ല ശക്തമാകട്ടെ. അതെ, നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ അങ്ങോട്ട് ഇട്ട് നടക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ കണ്ടന്റ് നിങ്ങൾക്ക് ആഴ്ചയിൽ അപ്കമിങ് മൂവീസിനെ പറ്റിയുള്ള മാത്രമല്ല നമ്മൾ ചെറിയ പ്ലാനിങ്സ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. പുതിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണാം. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സേ സബ്സ്ക്രൈബ് ടു പടം പുരാണം. ജയ് പടം.